ഹലോ, അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാ. അപ്പം അങ്ങനെ തുടങ്ങല്ലേ. ഇന്നത്തെ ലോങ് വീഡിയോ നമ്മുടെ 30 ഡേയ്സ് ഓഫ് ഡിജിറ്റൽ ഡ്രോയിങ്ങിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ആൻഡ് ഈ വീഡിയോ ഡിജിറ്റൽ ഡ്രോയിങ് എന്താണെന്ന് അറിയാത്തവർക്കും ഏതൊക്കെ ടൂൾസാണ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ ആപ്സ് നമുക്ക് യൂസ് ചെയ്യാം, ഡിജിറ്റൽ ഡ്രോയിങ് പഠിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിശോധിക്കാം ഇൻഷാ അല്ലാ. ആദ്യം നമുക്ക് എന്താണ് ഡിജിറ്റൽ ഡ്രോയിങ് എന്നുള്ളതെന്ന് നോക്കാം. സാധാരണ നമ്മളൊരു പേപ്പറും പെൻസിലും അല്ലെങ്കിൽ ഏതെങ്കിലും പെന്ന് കളേഴ്സ് വെച്ചിട്ടാണ് പെയിൻറ് ചെയ്യുക അല്ലെങ്കിൽ വരക്കാറുള്ളത്. പക്ഷെ ഇതിന് പകരം ഫോണോ ടാബ്ലറ്റോ അല്ലെങ്കിൽ ഐപാഡ് ഏതെങ്കിലും കമ്പ്യൂട്ടർ ഒക്കെ വെച്ച് വരയ്ക്കുന്നതിനെയാണ് ഡിജിറ്റൽ ഡ്രോയിങ് എന്ന് പറയാം. കാണുന്ന വീഡിയോ ഞാൻ കുറേ മുന്നേ വരച്ചൊരു വീഡിയോ ആണ്. ഇനി ഡിജിറ്റൽ ഡ്രോയിങ് എങ്ങനെ ട്രഡീഷണൽ ഡ്രോയിങ്ങിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നു എന്നുള്ളതൊന്ന് പരിശോധിക്കാം. നമുക്ക് ഒരുപാട് ബ്രഷ് പാക്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പലതരം പേപ്പർ ടെക്സ്ചേഴ്സ് നമുക്ക് കിട്ടും. അത് മാത്രമല്ല, നമ്മളിതൊന്ന് തെറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാം, അൺഡു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒരു ക്ലിക്ക് മതി. പക്ഷേ ട്രഡീഷണൽ ആർട്ടിൽ നമ്മൾ അത് ഇറേസ് ചെയ്യേണ്ടി വരും. ഇതൊക്കെയാണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. ഏതൊക്കെ സ്കിൽസ് നമുക്ക് നേടാൻ പറ്റുമെന്ന് നോക്കാം. ഡിജിറ്റൽ ഇല്ലസ്ട്രേഷൻ, ചിൽഡ്രൻസ് ബുക്ക് ഇല്ലസ്ട്രേഷൻ, ഓൾസോ വി ക്യാൻ ഡു ക്യാരക്ടർ ഡ്രോയിങ്സ് ആൻഡ് എക്സെട്ര. ദെൻ യു ക്യാൻ യൂസ് യുവർ ഫിംഗർ ഓർ സ്റ്റൈലസ്. ഏതെങ്കിലും ഒരു ഫോണോ ഐപാഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ടാബ്ലറ്റ് ഓർ സ്റ്റൈലസ് ഓപ്ഷണലാണ്. ഇനി നമുക്ക് ഏതൊക്കെ ആപ്സ് നമുക്ക് യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ആപ്പ് ഈസ് Sketchbook and then Infinite Painter. This is very helpful for me as a beginner. Next is Medibank. The main app for me is Procreate. It's only available on iPhone or iPad. And ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന വീഡിയോസും ഈ ഒരു ആപ്പിലാണ് ചെയ്യുന്നത്. And IBIS Paintex. And the last one is Adobe Illustrator and Photoshop. ഇത് മെയിൻലി പ്രൊഫഷണൽസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ആൻഡ് നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ മെയിൻ പാർട്ട് ഓഫ് അവർ വീഡിയോ. ഡിജിറ്റൽ സ്കെച്ചിങ് എന്താണെന്ന് ഒന്നും അറിയാത്തവർക്ക് ഇതുവരെ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് പ്രോക്രിയേറ്റ് ഓപ്പൺ ചെയ്യാം. ഇതാണ് എൻ്റെ ഗാലറി. ഇതിന് മുന്നേ ഞാൻ ചെയ്തു വെച്ച കുറേ വർക്ക്സ് അടിയിൽ കൂടെ ഉണ്ട്. കാലിഗ്രാഫീസ് ഉണ്ട്, പെയിൻറ്റിങ്സ് ഉണ്ട് ആൻഡ് ഇല്ലസ്ട്രേഷൻസ് ഉണ്ട്. ഈ കാണുന്ന പ്ലസ് ബട്ടൺ അമർത്തിയാൽ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ക്യാൻവാസിൻ്റെ സൈസസ് വരും. സ്ക്രീൻ സൈസ് ഉണ്ട്, സ്ക്വയർ ഉണ്ട്, 4K, അതേപോലെ A4 ഉണ്ട്. ഒരുപാട് സൈസസ് അവൈലബിൾ ആണ്. ഇനി ആ ഫയൽ ഐക്കണിൻ്റെ അവിടെ വരുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. ഓക്കെ, നമ്മളൊരു ക്യാൻവാസ് സെലക്ട് ചെയ്തു, സ്ക്വയറാണ് സെലക്ട് ചെയ്തത്. നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ടാണ് പ്രോക്രിയേറ്റ് യൂസ് ചെയ്യുന്നവരെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കെച്ചിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെൻ എന്ന് പറയുന്നത് കാലിഗ്രാഫിയുടെ ഇതിൽ മോണോലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു പെന്നുണ്ട്. അത് ഏറ്റവും ബെസ്റ്റാണ്. സ്കെച്ചിങ്ങിനാണെങ്കിലും ഔട്ട്ലൈൻ കൊടുക്കാനാണെങ്കിലൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് മോണോലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള പെന്ന്. ഞാൻ അതിൻ്റെ വേറൊരു കോപ്പി മേലെ എടുത്ത് വെച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് എത്ര കോപ്പീസ് വേണമെങ്കിലും ഒരു പെന്നിൻ്റെ സെലക്ട് ചെയ്യാൻ പറ്റും. ഈ സൈഡിൽ കാണുന്നതാണ് പെൻ സൈസ് കുറക്കാനും കൂട്ടാനുള്ള ഒരു ഓപ്ഷൻ. അതുപോലെ തന്നെ ഒപ്പാസിറ്റി കൂട്ടാനും കുറക്കാനുള്ളത് അവിടെ തന്നെയാണ്. നമുക്ക് അൺഡു ഓപ്ഷൻ വരുന്നുണ്ട് അവിടെ തന്നെ. എല്ലാം ആ ഒരു സൈഡിലാണ് വരുന്നത്. ഏറ്റവും മേലെയാണ് കളർ പാലറ്റ് വരുന്നത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഒപ്പാസിറ്റി കുറഞ്ഞതും കൂടിയതും. ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തന്നുള്ളൂ. ആൻഡ് ദിസ് ഈസ് ദ കളർ പാലറ്റ്. എവറി ടൈം യു സ്റ്റാർട്ട് വിത്ത് സിമ്പിൾ ഡൂഡിൽസ്, നോ പ്രഷർ. ചെറിയ ചെറിയ എന്തെങ്കിലും ഒക്കെ വരച്ച് തുടങ്ങാം. നമ്മൾ വരക്കുന്നത് എത്ര ചെറുതാണെങ്കിൽ പോലും അത് നമ്മളെ പ്രാക്ടീസിങ് കൂട്ടേ ഉള്ളൂ. ആദ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഒരു റൗണ്ടിലാണ്. ആദ്യം നമ്മൾ ബ്രഷ് സെലക്ട് ചെയ്തു, കളർ സെലക്ട് ചെയ്തു ആൻഡ് റൗണ്ട് വരച്ചു. റൗണ്ട് വരച്ചതിന് ശേഷം അവിടെ തന്നെ ഒന്ന് അമർത്തി ക്ലിക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആ ഒരു റൗണ്ട് സെലക്ട് ആയി കിട്ടും. ഇനി മോണോലൈൻ്റെ ഒരു കോപ്പി ഞാൻ എടുത്തു. ഇനി അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ സ്റ്റാബിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. അതിൽ എമൗണ്ട് നമുക്കൊന്ന് കുറച്ച് കൂട്ടി കൊടുക്കാം. അപ്പോൾ എന്താവില്ല, നമ്മൾ വരക്കുന്ന സാധനം ഷെയ്ക്ക് ആവില്ല. ലൈനൊക്കെ കറക്റ്റ് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ യെല്ലോ സെലക്ട് ചെയ്തു, ഫ്ലവർ വരയ്ക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരക്കാം. ഇന്ന് പെർഫെക്ഷൻ ഒരു വിഷയമല്ല നമ്മളത്. ഈ ഒരു ഡിജിറ്റൽ ക്യാൻവാസുമായിട്ട് പരിചയപ്പെടുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഗോള്.
അപ്പം മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ ഫ്ലവേഴ്സ് വരയ്ക്കുക. ഓക്കെ, അപ്പം ലെയേഴ്സിൻ്റെ ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഈ റൗണ്ട് വെച്ചിട്ട് തന്നെ വേറൊരു ക്യാൻവാസ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അണ്ടു അടിച്ചിട്ട് പേജ് ക്ലിയർ ആക്കുക. വേറെ റൗണ്ട് വെച്ചിട്ട് നമുക്ക് സ്മൈലി ട്രൈ ചെയ്യാം. റൗണ്ട് വെച്ച് നിങ്ങൾക്ക് എന്തൊക്കെ വരക്കാൻ പറ്റുമോ അതൊക്കെ വരച്ചു നോക്കുക. നമ്മളിവിടെ ട്രൈ ചെയ്യുന്നത് സ്മൈലിയാണ്. വരക്കാൻ സുഖമാണ്. യെല്ലോ സെലക്ട് ചെയ്യുന്നു, കണ്ണും വായം വരക്കുന്നു. ഓക്കെ, റൗണ്ട് വരച്ചു ആൻഡ് we clicked it. യെല്ലോ ഫില്ല് ചെയ്തു. കണ്ണും വായും വരച്ചു കൊടുക്കാം. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആ റൗണ്ട് കിട്ടും. ഓക്കെ, നമ്മൾ ഫില്ല് ചെയ്യുന്നു. ആ കളറിൻ്റെ അവിടെ നിന്ന് ഡ്രാഗ് ചെയ്താൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അതേപോലെ അവിടെ കണ്ടിന്യൂ ഫില്ലിങ് കൊടുത്താൽ എവിടെയൊക്കെ നമുക്ക് ഫില്ല് ചെയ്യണോ അവിടെയൊക്കെ ഫില്ല് ചെയ്തിട്ട് ഒന്ന് ബാക്ക് അടിച്ചാൽ മതി. ഓക്കെ, നമ്മുടെ സ്മൈലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയൊരു ക്യാൻവാസ് എടുത്തിട്ട് വേറെ ഒന്ന് ട്രൈ ചെയ്യാം. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഓംലെറ്റ് ആണ് ട്രൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. സോറി ഗൈസ്, ചെറിയൊരു തിരുത്തുണ്ട്. ഇത് ഓംലെറ്റ് അല്ല, ഇതാണ് ബുൾസൈ. ബുൾസൈ ആയിപ്പോയി, എഴുതിയത് ഓംലെറ്റ് എന്നാണ്, ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത മൂന്നാമത്തെ സർക്കിൾ കൊണ്ടുള്ള ഒരു ഡ്രോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കുക. ഇത് 3 നമ്മൾ ചെയ്തത്. അപ്പോൾ സർക്കിൾ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് നോക്കാം. ഓക്കെ, ദാറ്റ്സ് ഫോർ ടുഡേ. ആൻഡ് വേറൊരു ലോങ് വീഡിയോ ആയി അടുത്ത ദിവസം കാണാം. ബൈ ബൈ.